വെൽക്കം ടു ആൾ. ഐ എം സതീഷ് കുമാർ. നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക്കൽ കമ്പോണന്റ് റിമൈൻസ് കോൺസ്റ്റന്റ് while the potential difference across the two ends of the component decreases to the half of the original value, what happened is that ഒരു കമ്പോണന്റിന് അക്രോസ് ആയിട്ട് ആ കമ്പോണന്റ് റെസിസ്റ്റൻസിന് യാതൊരുവിധ മാറ്റവും ഇല്ല, അത് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനുള്ള കമ്പോണന്റിന് അക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആദ്യം കൊടുത്തതിൽ നിന്ന് നേരെ പകുതിയാക്കുമ്പോൾ അവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആൻസർ എന്തായിരിക്കും നോക്കാമല്ലോ. അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ കറണ്ടും അതേപോലെ തന്നെ പകുതിയാകും. ദ കറണ്ട് ഈസ് ഓൾസോ ഹാഫ്ഡ്. എങ്ങനെയാണെന്ന് നോക്കിയാലോ, നമുക്കൊന്ന് പ്രൂവ് ചെയ്യാലോ. ഒരു എക്സാമ്പിൾ വെച്ചൊന്ന് പ്രൂവ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, നമ്മുടെ എക്സാമ്പിളിലേക്ക് പോകാം. ആദ്യം അതിനു മുമ്പ് ഓംസ് ലോ വെച്ചാണ് നമ്മളിത് പറയുന്നത്. ഓംസ് ലോ സേസ് ദാറ്റ് current I is equal to V by R, അതായത് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്, ഓർ I is directly proportional to the V. I എപ്പോഴും എന്തായിരിക്കും? വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, നമ്മുടെ റെസിസ്റ്റൻസിന് ചേഞ്ച് ഇല്ല. റെസിസ്റ്റൻസ് 10 ohm ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 100 volt ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് എന്ത് സംഭവിക്കും? ആസ് പെർ ഓംസ് ലോ I is equal to V by R എന്നാണ്. എന്ന് പറഞ്ഞാൽ കറണ്ട് I is equal to V by R ആകുമ്പോൾ 100 volt divided by 10 ohm is equal to 10 ampere എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ ഇതൊന്ന് നോക്കിയാലോ. അഗൈൻ ദ റെസിസ്റ്റൻസ് R is 10 ohm, അതിന് മാറ്റമൊന്നുമില്ല. വോൾട്ടേജ് 100 എന്നുള്ള നേരെ പകുതിയാക്കി 50 ആക്കുന്നു. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് 50 ആക്കിയപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പോഴത്തെ കറണ്ട് എങ്ങനെയായിരിക്കും നോക്കാം. കറണ്ട് I is equal to V by R, അതായത് ഇപ്പോൾ 50/10 ആയി. എത്രയായി? 5 ആംപിയറായി മാറി. ഇനി ഇതിനെ 50 volt എന്നുള്ളത് 25 ആക്കിയാൽ എന്ത് സംഭവിക്കും? 2.5 ആംപിയർ ആയിട്ട് മാറും. അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ? നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? ഹിയർ വി ക്യാൻ പ്രൂവ് ദാറ്റ് ദ കറണ്ട് ഈസ് ഹാഫ്. താങ്ക് യു.